ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ നഖത്തിൻ്റെ കൂറ ലുക്കൊക്കെ മാറ്റിയിട്ട് ഒരു ഭംഗിയുള്ള അടിപൊളി ഗ്രാൻഡ് ലുക്കാക്കി മാറ്റാൻ പോവുകയാണ്. ഈ നെയിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളായി. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ നെയിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. കീസ് ജ്വൽ ഫാൻറ്റസിയുടെ നെയിലാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ആൻഡ് സിൽവർ ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനുള്ളിൽ 10 നെയിൽസ് ഒന്നും അല്ല ഗൈസ് വരുന്നത്, ഒരുപാട് നെയിൽസ് ഉണ്ട്. കുറേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കുറേ നെയിൽസ് അതിന് അല്ലാതെയും വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ വട്ടം യൂസ് ചെയ്യാനുള്ള അത്രയും നെയിൽസ് ഇതിനകത്തുണ്ട്. നെയിൽസ് മാത്രമല്ല, നെയിൽസ് നമ്മുടെ കയ്യിൽ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റിക്കറും അതേപോലെ തന്നെ ഗ്ലൂവും നെയിൽ ഷേപ്പേഴ്സും ഒക്കെ ഇതിനുള്ളിൽ അവൈലബിൾ ആണ്. പിങ്കും സിൽവറും പ്ലെയിൻ നെയിൽസ് മാത്രമല്ല, ചില നെയിൽസിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സ്റ്റോൺസ് വരുന്ന ടൈപ്പും ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഇതാണ് അതിനുള്ളിൽ വരുന്ന സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം, കാരണം അതിനുള്ളിലൊരു നമ്പറുണ്ട്. ആ നമ്പർ സെയിം നമ്മുടെ ആ തന്നിരിക്കുന്ന നെയിലിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മാച്ച് ആകുന്ന സ്റ്റിക്കർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ നെയിൽസിനനുസരിച്ചുള്ള നമ്പർ ആണെന്ന് തോന്നുന്നു. അതിൽ 1 2 3 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു ഷേപ്പർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നെയിൽ ഇഷ്ടമുള്ളതുപോലെ ഷേപ്പ് ചെയ്യാം. ഞാനിത് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ കൈ എന്ത് കോലമായിരിക്കും എന്നെനിക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ല. അതേപോലെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയിരിക്കുകയാണ് ഗൈസ്. ആ നമ്പേഴ്സ് എഴുതിയ പേപ്പർ എവിടെയോ പറന്നു പോയിരിക്കുന്നു. നെയിലിനുള്ളിൽ നമ്പേഴ്സ് ഉണ്ട്, ബട്ട് ആ സ്റ്റിക്കറിനകത്ത് നമ്പർ ഇല്ല. അപ്പോൾ ഏത് നെയിൽ ഏത് സ്റ്റിക്കറാണ്, ഏത് നെയിലിന് സ്റ്റിക്കർ ഏതാണ് മാച്ച് ആവുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ആകെയുള്ളൊരു സമാധാനം, നമ്മുടെ എല്ലാവരുടെയും നെയിൽ ഒരേ ഷേപ്പോ ഒരേ സൈസോ ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ നെയിലിന് മാച്ച് ആവുന്നൊരു സ്റ്റിക്കർ എടുത്ത് കയ്യിലേക്ക് വെക്കുക, അതിന് മുകളിൽ നെയിൽ വെക്കുക, അതേ ഉള്ളൂ ഒരു വഴി. പിന്നെ നമ്മുടെ നെയിലിലേക്ക് ആ സ്റ്റിക്കർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അത് ഇളക്കിയിട്ട് നമ്മുടെ നെയിൽ ഏത് വിരലിന് ഏതാണോ നെയിൽ മാച്ച് ആകുക എന്ന് വെച്ചാൽ ആ നെയിൽ ആ സ്റ്റിക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനും അത് നല്ല പക്കയായിട്ട് കയ്യിൽ ഫിക്സ് ആയിക്കോളൂ. ഞാൻ കരുതിയതുപോലെ അല്ല ഈ സാധനം. നല്ല സ്ട്രോങ് ആണ്. ചെറുതായിട്ടൊന്ന് ഇളക്കാൻ നോക്കിയിട്ടൊന്നും ഇത് ഇളകി വരുന്നില്ല. അത്രത്തോളം കയ്യിൽ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ചെറിയൊരു മിസ്റ്റേക്ക്, അത് എൻ്റെ നെയിലിൻ്റെ സൈസിനെക്കാട്ടിലും ചെറിയ സൈസാണ് 1 2 നഖം ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൈഡിൽ കൂടെ ചെറുതായിട്ട് നെയിലൊന്ന് കാണാം. അതല്ലാതെ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. എനിവേ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ നെയിൽ ആർട്ട് ചെയ്യുന്ന പോലെ അത്ര ടൈം വേസ്റ്റ് ഒന്നുമില്ല. വളരെ ചെറിയ ടൈമിനുള്ളിൽ ഇത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. ആ ഒരു നെയിലിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ പറ്റിയിട്ടുണ്ട്. അടിപൊളിയാണ്.